ഹലോ ഡേയ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് രസമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഞാനിവിടെ ഒരു തൊലിയോട് കൂടി തന്നെയാണ് ചതച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അനൂസിൻ്റെ രസക്കൂട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 തക്കാളിയാണ്. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. തക്കാളി ഒത്തിരി നമുക്കങ്ങ് ഉടഞ്ഞ് വെന്ത് പോകണ്ട. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് അങ്ങനെ തന്നെ ചേർക്കേണ്ടവർക്ക് അത് ഇടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാനിവിടെ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചൊരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഉടഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് രസം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുള്ളൂ നമ്മുടെ പണി. അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ രസം തിളച്ച് വന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ആവശ്യത്തിന് പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ രസമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.